ബഡ്ജറ്റിനെ കുറിച്ച് അല്പം വായിക്കാമെന്നാണ് കരുതുന്നത്. BJP-യുടെ രാഷ്ട്രീയ ബഡ്ജറ്റിൽ കേരളത്തിന് 0 എന്നാണ് പറയുന്നത്. ധനക്കമ്മി 15.69 ലക്ഷം കോടി. വയനാടിന് നയാ പൈസയില്ല. വിഴിഞ്ഞത്തിനും അവഗണന. ഗ്രാമീണ വായ്പകൾക്ക് നിയന്ത്രണം എന്നാണ്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്നലെ പാർലമെന്റിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കേരളം ചോദിച്ചത് ആകെ 24,000 കോടി രൂപയുടെ പാക്കേജ്. കിട്ടിയത് വട്ടപ്പൂജ്യം. ഇന്ത്യയുടെ തന്നെ നോവായി മാറിയ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതാണെന്ന് വലിയ വായിൽ വയനാട്ടിൽ വന്നു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒഴുക്കിയത് മുതലക്കണ്ണീരാണെന്ന് ബഡ്ജറ്റിലൂടെ വീണ്ടും തെളിയിച്ചു. ഉരുൾപൊട്ടലിനെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചെങ്കിലും പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കാൻ ധനമന്ത്രി തയ്യാറായില്ല. 2,000 കോടിയാണ് കേരളം ആവശ്യപ്പെട്ടത്. പുനരധിവാസത്തിന് 2 ടൗൺഷിപ്പുകൾ പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ വയനാടിനെ ചേർത്ത് പിടിക്കുമ്പോഴാണ് കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ അവഗണന. ലോകത്തിന്റെ തന്നെ ചരക്ക് നീക്കത്തിന്റെ ഹബ്ബാകേണ്ട കേരളത്തിലെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖത്തിനും ബഡ്ജറ്റിൽ 1 രൂപ പോലും നീക്കിവെച്ചില്ല. വിഴിഞ്ഞത്തിന് 5,000 കോടിയാണ് കേരളം ആവശ്യപ്പെട്ടത്. കൂടാതെ തുറമുഖത്തിന് കേന്ദ്രം അനുവദിച്ച വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് തിരിച്ചടക്കണമെന്ന വ്യവസ്ഥ ഒഴിവാക്കണമെന്ന ആവശ്യവും നിർമ്മല സീതാരാമൻ ചെവിക്കൊണ്ടില്ല. കേന്ദ്ര ബഡ്ജറ്റിൽ പ്രധാന പ്രഖ്യാപനങ്ങൾ ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപം 100%. ആണവ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം. AI വിദ്യാഭ്യാസത്തിന് പുതിയ കേന്ദ്രം സ്ഥാപിക്കും. 500 കോടി വകയിരുത്തി. സംസ്ഥാനങ്ങൾക്ക് 50 വർഷത്തേക്ക് പലിശരഹിത വായ്പ 1.5 ലക്ഷം കോടി വകയിരുത്തും. മെഡിക്കൽ കോളേജുകളിൽ 10,000 സീറ്റുകൾ കൂടി. IIT-കൾ കൂടുതൽ സീറ്റ് തുടങ്ങിയവയാണ്. 12 ലക്ഷം വരെ ആദായ നികുതിയില്ല. ഗുണം മധ്യവർഗത്തിലെ മേൽത്തട്ടിന് എന്നാണ് നമുക്ക് പറയാനുള്ളത്. 12 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ഇനി ആദായ നികുതിയില്ല. മധ്യവർഗത്തിന്റെ കയ്യിലേക്ക് കൂടുതൽ പണം എത്തിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. എന്നാൽ ഉപരിവർഗത്തിന് മാത്രമായാണ് പദ്ധതിയുടെ ഗുണം ലഭിക്കുക എന്നാണ് പറയാനുള്ളത്. കോർപ്പറേറ്റ് കൊള്ളയ്ക്ക് ചൂട്ടുപിടിക്കുന്ന ബഡ്ജറ്റ്. ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളാണ്. കോർപ്പറേറ്റ് കൊള്ളയ്ക്ക് ചൂട്ടുപിടിക്കുന്നതും സാമാന്യ ജനങ്ങളെ വഞ്ചിക്കുന്നതുമാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഗ്രാമീണ ജനതയുടെ അടിസ്ഥാന ആവശ്യങ്ങളെയും ക്ഷേമ പദ്ധതികളെയും ബഡ്ജറ്റ് പാടെ മറന്നു. UPA ഭരണകാലത്ത് ഇടതുപക്ഷ പിന്തുണയോടെ നടപ്പാക്കിയ തൊഴിലുറപ്പ് പദ്ധതിയെ കൊല്ലാകൊല ചെയ്യുകയാണ് പ്രധാന ലക്ഷ്യം. കഴിഞ്ഞ ബഡ്ജറ്റിനെ പോലെ ഈ ബഡ്ജറ്റിലും തൊഴിലുറപ്പ് പദ്ധതിക്ക് പുതിയതായി ഒന്നും നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല. രാജ്യത്തെ സാമ്പത്തിക വെല്ലുവിളികളെ അവഗണിച്ച ബഡ്ജറ്റ് എന്നാണ് CPI പറയുന്നത്. ഇന്ത്യൻ സമ്പദ് രംഗം നേരിടുന്ന വെല്ലുവിളികളെ അവഗണിച്ചുള്ള ബഡ്ജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചതെന്ന് CPI. രാജ്യത്തെ രൂക്ഷമായ തൊഴിലില്ലായ്മ, വിലക്കയറ്റം, വർദ്ധിക്കുന്ന അസമത്വം, പ്രാദേശികമായ വേർതിരിവുകൾ തുടങ്ങി ജനങ്ങൾ നേരിടുന്ന മുഖ്യ വെല്ലുവിളികളിൽ ബഡ്ജറ്റ് ഇടപെടുന്നില്ല എന്നും പാർട്ടി സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പിൽ ആരോപിച്ചു. ആഭ്യന്തര സമ്പദ്ഘടന മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. വിദേശ കടം വർദ്ധിക്കുന്നതോടൊപ്പം രൂപയുടെ മൂല്യശോഷണവും മുമ്പെങ്ങുമില്ലാത്ത സ്ഥിതിയായി മാറി. വിദ്യാഭ്യാസം, ആരോഗ്യ, സാമൂഹ്യ മേഖലകൾക്ക് ബഡ്ജറ്റ് കാര്യമായി വകയിരുത്തിയില്ല. സാധാരണക്കാർക്കുള്ള സാമൂഹ്യ ക്ഷേമ പദ്ധതികൾക്ക് ഊന്നൽ നൽകിയില്ല. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെപ്പോലും ബഡ്ജറ്റ് അവഗണിച്ചു. പെൻഷൻ, സാമൂഹ്യ സുരക്ഷ, കാർഷികോൽപ്പന്നങ്ങളുടെ താങ്ങുവില, സമത്വം, സാമൂഹ്യനീതി വിഷയങ്ങളിലും ബഡ്ജറ്റ് പുറംതിരിഞ്ഞു നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. ഇത്തവണയും കേരളത്തിന് എയിംസ് ഇല്ല എന്ന് പറയുന്നു. പ്രതിഷേധാർഹമാണ്. മന്ത്രി വീണ ജോർജ് ബഡ്ജറ്റ് കർഷക വിരുദ്ധമെന്നാണ് P. പ്രസാദ് പറയുന്നത്. രാജ്യത്തിന് അന്നമുട്ടുന്ന കർഷകരുടെ താല്പര്യങ്ങൾ പൂർണ്ണമായും ഹനിക്കപ്പെട്ട നിരാശാജനകമായ ബഡ്ജറ്റാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചതെന്ന് കൃഷിമന്ത്രി P. പ്രസാദ്. പരാജയമെന്ന് V. ശിവൻകുട്ടി പറയുന്നു. തൊഴിൽ, വിദ്യാഭ്യാസ മേഖലയിൽ ആശങ്ക ഉയർത്തുന്നതും വിദ്യാഭ്യാസ മേഖലയുടെ വിശാലമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടെന്നും മന്ത്രി V. ശിവൻകുട്ടി.
കേരളത്തെ ഇനിയും അവഗണിക്കിന്റെ സൂചന എന്ന് പറഞ്ഞുകൊണ്ടാണ് CPM പറയുന്നത്. കേരളത്തോടുള്ള രാഷ്ട്രീയ എതിർപ്പിന്റെ ഭാഗമായി അവകാശ നിഷേധം തുടരുമെന്നും പരമാവധി അവഗണിക്കുമെന്നുള്ള കൃത്യമായ സൂചനയാണ് കേന്ദ്ര ബഡ്ജറ്റ് എന്ന് CPM. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ന്യായമായതും ഏറ്റവും അടിയന്തരവുമായ ആവശ്യങ്ങളാണ് സംസ്ഥാനം കേന്ദ്രത്തിന്റെ മുന്നിൽ വച്ചത് എന്നാണ് പറയുന്നത്. കോർപ്പറേറ്റുകളെ താലോലിക്കുന്ന ബഡ്ജറ്റ് എന്ന് പറയുന്നു. രാജ്യത്തിന്റെ വികസന പാതയിൽ പങ്കാളിയാവാൻ റീട്ടെയിൽ വ്യാപാരികളെ അനുവദിക്കാതെ ഒരു ബഡ്ജറ്റാണ് എന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു. സംസ്ഥാനത്തെ അവഗണിച്ചു എന്ന് VD സതീശൻ പറയുന്ന വാർത്ത കാണുന്നുണ്ട്. കർഷകരെ പൂർണ്ണമായും അവഗണിച്ചു എന്നാണ് സത്യൻ മൊകേരി പറയുന്നത്. 2025 ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ധനവകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയ പ്രസംഗം കേട്ടപ്പോൾ വല്ലാത്ത പ്രയാസം തോന്നി. രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ ആകെ വിസ്മരിക്കുന്നതായിരുന്നു കേന്ദ്ര ബഡ്ജറ്റ്. ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. 141 കോടി ജനങ്ങളിൽ 58% അധികം പേരും 86 കോടിയിലേറെ പേർ കാർഷിക മേഖലയിലുള്ളവരാണ്. അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവും ബഡ്ജറ്റിൽ ഇല്ലാതെയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ലേഖനം. അവഗണനയുടെയും ഇരട്ടത്താപ്പിന്റെയും ബഡ്ജറ്റ് എന്നാണ് മുഖപ്രസംഗം പറയുന്നത്. ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട നികുതി ഇളവാകട്ടെ രാജ്യം നേരിടുന്ന വരൾച്ച, മുരടിപ്പ്, സാമ്പത്തിക മാന്ദ്യം എന്നിവയോടുള്ള പരമ്പരാഗത പ്രതികരണത്തിന് അപ്പുറം യാതൊന്നുമല്ല. ഇന്ത്യയുടെ തെല്ലും ഭദ്രമല്ലാത്ത സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളോടുള്ള ഭാവനാശൂന്യമായ പ്രതികരണമാണ് ഈ ബഡ്ജറ്റ് അടയാളപ്പെടുത്തുന്നത് എന്നാണ് പറയുന്നത്. യാഥാർത്ഥ്യങ്ങളെ കാണാത്ത ബഡ്ജറ്റ് എന്നാണ് സന്തോഷ് കുമാർ പറയുന്നത്. നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രശ്നങ്ങളെയോ ഗ്രാമീണ മേഖലയിൽ സംഭവിച്ച സാമ്പത്തിക കുഴപ്പങ്ങളോ തൊഴിലില്ലായ്മയോ കാർഷിക പ്രതിസന്ധിയോ മറികടക്കാൻ ആവശ്യമായ മാർഗങ്ങളില്ലാത്ത ഒരു രേഖയാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും സാധാരണക്കാരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന മേഖലകളിൽ പരിഷ്കാരങ്ങൾ അടിയന്തരമായി നടപ്പാക്കേണ്ട ആവശ്യകതയെ പൂർണ്ണമായും അവഗണിച്ചു എന്നാണ് പറയുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പ് ബഡ്ജറ്റ് ആന്ധ്ര ഇത്തവണ പുറത്ത്. ബീഹാറിനുള്ള പ്രഖ്യാപനങ്ങളെ കുറിച്ച് വായിക്കാം. 4 ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങൾ, താമരവിത്ത് കൃഷി പ്രോത്സാഹിപ്പിക്കാൻ മഖാന ബോർഡ്, മിഥിലാഞ്ചൽ മേഖലയിൽ വെസ്റ്റേൺ കോസി കനാൽ പദ്ധതി, പട്ന IITക്ക് വേണ്ടി പ്രത്യേക പദ്ധതി, ഭക്ഷ്യ സംസ്കരണ മേഖലയ്ക്കായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, പട്ന വിമാനത്താവളത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കും എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ്. കാർഷിക മേഖലാ വിഹിതം 2.9% വെട്ടിക്കുറച്ചതായിട്ട് വാർത്ത വരുന്നു. താങ്ങുവിലയിലും വായ്പ എഴുതിത്തള്ളിലും മൗനം. കർഷകരുടെ ആവശ്യങ്ങളോ ഒന്നും പരിഗണിച്ചില്ല എന്നാണ് പറയുന്നത്. ഇൻഷുറൻസ് മേഖല വിദേശ കുത്തകൾക്ക്, ഇൻഷുറൻസ് മേഖല പൂർണ്ണമായും വിദേശ കുത്തകൾക്ക് തുറന്നു നൽകി. മേഖലയിലെ വിദേശ നിക്ഷേപം 74% നിന്ന് 100% ഉയർത്തി. ഇനി മുതൽ 100% വിദേശ നിക്ഷേപം സാധ്യമാകും. ഇതിലൂടെ ആഗോള ഇൻഷുറൻസ് രംഗത്തെ വൻകിട കമ്പനികളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കാമെന്നാണ് കേന്ദ്രത്തിന്റെ അവകാശവാദം. സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാവുന്നതും കേരള വിരുദ്ധവും എന്നാണ് സുനീർ പറയുന്ന വാക്ക്. സഖ്യകക്ഷിയെ പ്രീതിപ്പെടുത്തുന്ന ബഡ്ജറ്റ് എന്ന് AVF പറയുന്നു. ഇന്ത്യയിലെ സഖ്യകക്ഷിയെ പ്രീതിപ്പെടുത്തുന്ന ബഡ്ജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റ് അവതരിപ്പിച്ചെന്ന് YF. അവഗണനയുടെ രാഷ്ട്രീയ രേഖ മുഖ്യമന്ത്രിയാണ് പറയുന്നത്. കേരളത്തിന്റെ പ്രതീക്ഷകൾക്കെതിരായ അവഗണനയുടെ രാഷ്ട്രീയ രേഖയായി കേന്ദ്ര ബഡ്ജറ്റ് മാറി എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. നിരാശാജനകമെന്ന് KN ബാലഗോപാൽ പറയുന്നു. തൊഴിലുറപ്പിന് തുരങ്കം വെക്കുന്ന സമീപനമെന്ന് മറ്റൊരു വാർത്ത. പ്രതിരോധ മേഖലയ്ക്ക് 6.8 ലക്ഷം കോടി. ഇത്തവണത്തെ കേന്ദ്ര ബഡ്ജറ്റിൽ പ്രതിരോധ മേഖലയ്ക്കായി 6.8 ലക്ഷം കോടി രൂപ. മുൻവർഷത്തെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ 9% വർധനവാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ്. പുതിയ ആദായ നികുതി ബിൽ അടുത്ത ആഴ്ച എന്നും വാർത്തയിൽ കാണുന്നു. ഇതോടെ ബഡ്ജറ്റായി ബന്ധപ്പെട്ട വാർത്ത വായിക്കുന്നത് ചുരുക്കുകയാണ്. എല്ലാവർക്കും നന്ദി.